ഹലോ ഗായ്സ്, അടുത്ത വർഷം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ബിഗ് ബോസിൽ പോവും ഗൈസ്. ഉറപ്പായിട്ട് പോവും. ഈ വർഷം പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ മാമൻ്റെ വീടെന്നല്ല, അങ്ങോട്ട് കയറിച്ചല്ല ട്രൈ ചെയ്യുമെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച്. അതായത് കോമണറായിട്ട് പോകാൻ പറ്റില്ല, നമ്മളിപ്പോൾ സെലിബ്രിറ്റി ഒന്നുമല്ല, നമുക്ക് കോമണറായിട്ട് ട്രൈ ചെയ്യാം. എനിക്കിങ്ങനൊരു തോന്നൽ ഈ വട്ടം ഉണ്ടായിരുന്നു ഗൈസ്. സംഭവം മൈജിയിൽ ഞാൻ മറ്റേ പരസ്യം കണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് അതിൻ്റെ ആഡ് കണ്ടത്. മൈജിയിൽ പോയിട്ട് നമ്മൾ 3 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു സംഗതിയില്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പോയാലോ എന്ന്. പക്ഷേ എന്തായിരുന്നു വെച്ചാൽ ആ സമയത്ത് ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, ഒരു സൗകര്യമില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു, കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് കൊടുക്കാണ്ടിരുന്നത്. അതായത് അതിൻ്റെ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ എനിക്കത് പറ്റാത്തൊരവസ്ഥ വന്നു. അതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനോട് പറഞ്ഞായിരുന്നു, എടാ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ കൊടുക്കണമെന്ന്, പക്ഷേ എന്താ ചെയ്യത്, ഇപ്പം ഞാൻ ഈ ഒരു ലൂപ്പിൽ കടന്ന് കളിക്കുകയാണെന്ന്. അപ്പോൾ കൊടുത്തു എന്നുള്ളതൊന്ന് കിട്ടാത്തൊരവസ്ഥയൊന്നും വരില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അനീഷാണ്, ഇക്കൊല്ലം കോമണറായിട്ട് കയറിയുള്ള അനീഷാണ്. അപ്പോൾ കോമണേഴ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ അനീഷ് എന്തായാലും മുത്തുമണി അടിപൊളിയാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിക്കുന്ന സമയത്ത് ഞാൻ മോശമൊന്നുമല്ല, കുറച്ച് നമ്മുടേതായ രീതി ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യപ്പെട്ടല്ലേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇക്കൊല്ലം അനീഷിനെ അവിടെ കണ്ടപ്പോൾ അത് എനിക്ക് ഒരു മോട്ടിവേഷൻ കൂടി കിട്ടി ഗൈസ്. അപ്പോൾ അടുത്ത കൊല്ലം ഞാൻ എന്തായാലും ട്രൈ ചെയ്യും, ഉറപ്പാണ്. ഇപ്പം ചിന്തിക്കുന്ന പോലെയാണ് അപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. കാരണം ലൈഫിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോൾ ബിഗ് ബോസിലാണ്ട് പോയി എന്നുള്ളതുകൊണ്ട് എന്തോ വലിയതുപോലെ ചെയ്യുന്നോ, അല്ലെങ്കിൽ സാബുവൻ പറഞ്ഞ ഒരു IAS കിട്ടിയ പോലെയാണ് വീട്ടുകാർക്ക് ഞാൻ ബിഗ് ബോസിൽ കയറിയത് എന്നൊക്കെ പറയണ മാതിരിയാണോ എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരും ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ബിഗ് ബോസ് പോയാൽ ലൈഫ് മാറിക്കിട്ടും, ഉറപ്പായിട്ടും ലൈഫ് മാറിക്കിട്ടും. വെറുതെ ഇവിടെ നിന്ന് അറിയിച്ചിറക്കണേക്കാൾ നല്ലതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതെന്താ കാര്യം അറിയാം, നമ്മൾ ചെറിയൊരു വേൾഡിൽ ഇവിടെ ചുറ്റിപ്പറ്റിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഓരോ ചെറിയ വിഷയവും വലിയ പ്രശ്നമായിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നും. ആ ലൂപ്പിൽ കടന്ന് ഇങ്ങനെ കളിക്കും. അതായത് നമുക്കിപ്പോൾ അറിയില്ല, പഖിൽ മാരാറിൻ്റെയൊക്കെ ലൈഫിൻ്റെ മൂപ്പര് പറഞ്ഞുള്ളൊരു കാര്യം, ഒരു മാസം 800 രൂപ ലോൺ അടയ്ക്കാനില്ലാണ്ട് അല്ലെങ്കിൽ പൈസ എടുക്കാനില്ലാണ്ട്, 150 റുപ്യ കയ്യിലില്ലാണ്ട്, സിബിൽ സ്കോർ പൊട്ടിയിട്ട് 150 റുപ്യ എടുക്കാനില്ലാണ്ട്, വണ്ടിയിൽ എണ്ണ അടിക്കാനില്ലാണ്ട്, അതേപോലെ വളരെ ചെറിയ രീതിയിൽ ചിന്തിക്കുന്ന സുഹൃത്തുക്കളുമൊക്കെ അവർ മോശപ്പെടുത്തി പറയാനില്ല ആകുമ്പോൾ, അതേപോലെ കുറേ സദാചാരക്കാരും അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാനുള്ള ആളുകളും, അതേപോലെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല വിചാരിക്കുന്ന ആളുകളും, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഓരോ ദിവസവും ഭയങ്കര വിഷയമായിരിക്കും. അതുപോലെ ചുമ്മാ നമ്മളെ കുറ്റം പറയാനും, നമ്മളെ അപമാനിക്കാനും, കളിയാക്കാനും, തളർത്താനും, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനും ഇഷ്ടംപോലെ ആളുകളാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പലതിനും നമ്മൾ പ്രതികരിക്കില്ല, പലതിനോട് നമ്മൾ വളരെ തഗ്ഗായിട്ട് മറുപടി കൊടുക്കും. പക്ഷേ എപ്പോഴും അങ്ങനെ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ചെറിയ സാമ്പത്തികമായ പ്രശ്നങ്ങളില്ലേ, പക്ഷേ നാട്ടിലേക്ക് നമുക്കത് വലുതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് പോലുള്ള ഒരു ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പൈസ കിട്ടും. പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോകണമെന്നല്ല കേട്ടോ പറഞ്ഞു, ജീവിക്കണമെങ്കിൽ കാശ് വേണം ഗൈസ്, ഒന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് കുറച്ച് ഒന്ന് മാറി നിന്നിട്ട് നമ്മുടെ ലൈഫ് ഒന്ന് മാറും. ഒരു വേറെ രീതിയിലുള്ള ഒരു വിസിബിലിറ്റിയും ഒക്കെ അവിടെ കിട്ടും. ഇപ്പോൾ ഞാനൊരു എഴുത്തുകാരനാണ്, എൻ്റെ പുസ്തകങ്ങൾ ഞാനിവിടെ ഓരോരുത്തന്മാരത്ത് ഞാൻ ഇങ്ങനെ ഡിഫറൻ്റായ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, യുണീക്കായ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ബുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എഴുത്തുകൾ ഫോട്ടോസ് അടക്കം എടുത്തിട്ടേ ബുക്ക് വാങ്ങണതിന് മുമ്പ് ആൾക്ക് അയച്ചു കൊടുക്കലുണ്ട്. പക്ഷേ അവർക്കതൊന്നും ആഗ്രഹമില്ല, അത് വാങ്ങാൻ താല്പര്യമൊന്നുമില്ല. എന്നിട്ട് ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്ന സാധനമൊക്കെ എന്താ വെച്ചാൽ, ഞാൻ ചപ്പ് ചവറുന്നൊന്നും പറയില്ല, എന്നാലും പറയുകയാണ്, വേറൊരു മെയിൻ സ്ട്രീമിൻ്റെ ഒരു പൊളിറ്റിക്സ് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡിഫറൻ്റായി യുണീക്കായി ചിന്തിക്കുന്ന, ഇടപെടുന്ന, അതിന് വേണ്ടി ആ മേഖലയിൽ പട്ടിപ്പണി എടുക്കുന്ന ആളുകൾ പലപ്പോഴും അംഗീകരിക്കപ്പെടില്ല, കുറേ കാലം കഴിഞ്ഞിട്ട് അംഗീകരിക്കപ്പെടും. അപ്പോഴേക്കും നമ്മൾ ചത്തുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ ബുക്കും ഇതൊക്കെ വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ ആളുകൾ എന്താ അറിയോ, ഈ മുഖ്യധാരയെ പോലെ ഹൈപ്പൊന്നും ഇല്ലാണ്ട് നമ്മളൊരു സാധനം ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോർ എക്സാമ്പിൾ ഞാൻ ബുക്കിൻ്റെ കാര്യം പറയുകയാണ്, ഈ അനീഷ് ഒരു എഴുത്തുകാരനാണല്ലോ, ഞാൻ അത് വെച്ച് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അനീഷ് ഇത് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ബുക്കിനൊക്കെ ഒരു ഇത് കിട്ടും, അടുത്ത നോവൽ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്, പബ്ലിഷർക്ക് അയച്ചു കൊടുത്തിട്ട് വന്നിട്ട് ഇറങ്ങുന്നത്. എൻ്റെ ഒരു നോവൽ ഇതപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബിഗ് ബോസ് പോലെയൊക്കെ പോയിട്ടുണ്ടെങ്കിലുള്ള ഒരു അവസ്ഥ എന്താ പറയുക, നമുക്ക് വാൻ വിസിബിലിറ്റി ഇട്ട് അപ്പോഴും ബുക്കൊക്കെ ചൂടപ്പം പോലെ പോവും. അതേപോലെ ആ ബുക്കിന് ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ആളുകളെ ഇപ്പോൾ ആത്മഹത്യ പ്രവണതയുള്ള പല ആളുകളും എൻ്റെ എഴുത്തുകൾ വായിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫിനെ മാറി പറയുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ എഴുത്തുകളുടെ ഗുണമാണ്. പക്ഷെ ഞാൻ അവസാനം ഈ അവസ്ഥയിൽ പെട്ട സമയത്ത് എൻ്റെ കൂടെ വെക്കാൻ ആളുകളില്ല എന്നല്ല, പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കിളി മാറിപ്പോയി. ഇതിൽ നല്ല സുഹൃത്തുക്കളാരാ മോശം സുഹൃത്തുക്കളാരാന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ അവരും അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ട്രാപ്ഡായിപ്പോയി, ലൂപ്പായിപ്പോയി. അതേപോലെ എനിക്ക് ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ
നൊസ്റ്റാൾജിക്കായ കുറേ സാധനം വരും. നൊസ്റ്റാൾജിക് എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ അങ്ങനെയല്ല എനിക്ക് വരിക. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ച ദുരനുഭവങ്ങൾ, വായിച്ച കഥകളിലെ കഥാപാത്രം, ഇതൊക്കെ എന്നെ സ്വാധീനിച്ചു തുടങ്ങും. വളരെ ഇപ്പോൾ എം ടിയുടെ നോവലുകൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമല്ല. അത് എം ടിയുടെ എഴുത്തുകൾ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അതിലൊരു എന്തൊരു കറുത്ത ലോകം പോലെയാണ്. കറുത്ത ലോകം പറഞ്ഞാൽ ഞാനങ്ങനെ പൊളിറ്റിക്സ് വെച്ച് അങ്ങനെ പറയുന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നത് ഈ ദാരിദ്ര്യം, പട്ടിണി അല്ലെങ്കിൽ നഷ്ടബോധം എനിക്ക് തോന്നും നടക്കില്ല ഗൈസ്. ആ എന്താ കാര്യം എന്നറിയാം, നമ്മൾ ലൈഫിൽ വളരെ തീവ്രമായ കുറേ അനുഭവങ്ങളിലൂടെ പലപ്പോഴും പോയിട്ടുണ്ട്. അതിനൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വേറെ കാര്യം, ഞാനൊരു ഫീലിംഗ് ടൈപ്പ് മനുഷ്യ ചെയ്യുന്നതൊക്കെ എന്നെ കശക്കി എറിയും. അതാണ് സംഭവം. ഞാൻ സ്വാഭാവികമായിട്ട് ഫണ്ണിയായ മനുഷ്യനാണ്. പക്ഷേ എൻ്റെ ആ ക്യാരക്ടർ മാറിപ്പോണ് ഇപ്പോൾ ഈ ലൂപ്പിൽ കിടന്ന് കളിക്കണോണ്ട്. അപ്പോൾ എൻ്റെ അങ്ങനെയുള്ള സിനിമകളും അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും ഞാൻ വായിക്കലില്ല. ഇപ്പോൾ ഇമോഷണലി എന്നെ തകർക്കുന്ന രീതിയിൽ. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ സീരിയസ് ആയിട്ട് വളരെ ക്രിക്കറ്റ് മൈൻഡഡായ കുറേ ആളുകളുടെ ഇടയിലൊക്കെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബിഗ് ബോസ് പോലുള്ള ഒരു സ്ഥലത്ത് പോയി എൻ്റെ ജീവിതം മാറിക്കിട്ടും. ഇപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്, എഴുത്ത് ഇഷ്ടമുള്ള മേഖലയാണ്, പബ്ലിക് സ്പീക്കിംഗ് എനിക്കിഷ്ടമുള്ള മേഖലയാണ്, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്, എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, സ്ക്രിപ്റ്റ് എഴുതാൻ ഇഷ്ടമാണ്. അതേപോലെ എനിക്ക് ഞാൻ അധ്യാപകനായിട്ട് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല മൂഡിലാണ്, കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ആൾക്കാർ എന്നെ പബ്ലിക്കായിട്ട് കാണുന്ന മൊത്തം ഞാൻ ഇതിങ്ങനെ ഡൗൺ ആയിട്ട് കോൺഫിഡൻറ്റ് അല്ലാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ കേസ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ അന്ന് കൊടുത്താൽ മതിയായിരുന്നു. കിട്ടിയല്ലേ, നല്ല കൊടുത്താൽ മതിയായിരുന്നു. അതൊരു തുടക്കമായി തന്നെ പലതിന്. പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല. അന്നൊരു 50 രൂപയോ 100 രൂപ എടുക്കാനില്ലാണ്ട്, വണ്ടിയിൽ പെട്രോൾ അടിക്കാനില്ലാണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, മഴക്കാലത്ത് പേട്ട് പാണ്ടാറ അടങ്ങിയിട്ട് നിൽക്കുമായിരുന്നു ഞാൻ. എന്തായാലും ഈ വട്ടം അനീഷ് പോയി. അനീഷ് പുത്തുമണിയിട്ട് അടിപൊളിയാണ്. അനീഷ് അവിടെ കിടക്കുന്നു, ഞാനവിടെ കിടക്കുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ പോയിട്ട് ഇപ്പോഴത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ മിക്ക പറയുന്നത് സെലിബ്രിറ്റി എന്നൊക്കെ കൊണ്ട് കുറേ എണ്ണത്തിൽ കൊണ്ടുവന്നില്ലേ, അതിൽ കോമണറായിട്ട് അനീഷ് മാത്രമേ ഉള്ളൂ. ഞാൻ ആലോചിക്കണത് അവിടെ അനീഷ് കുത്താണ്. ആ സെലിബ്രിറ്റീസ് കൊണ്ട് പറയുന്നത് എന്തായാലും കാണിക്കണം, അതിനേക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നാണ് ഗൈസ് എനിക്ക് തോന്നണത് കേട്ടോ. പറയാനില്ല, ചിലപ്പോൾ അവിടെ രേണുസുദീനെ പോലെ പേടിച്ചിട്ട് അവിടുത്തെ അടിപോലും ചെയ്യുക. അത് പറയും എന്തായാലും ഇല്ലേ, ഒരു സംഗതി വെച്ചാൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ലൈഫ് സെറ്റാവും. അതേപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ. എന്തൊക്കെ അത്ര ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അവിടെ. അതുപോലെ വിസിബിലിറ്റി കിട്ടും. ഞാനവിടെ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും, എൻ്റെ ഫ്യൂച്ചർ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ പറ്റും. ഒരുപക്ഷെ സിനിമാ പ്രാന്തികളായ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ, ഞങ്ങൾ ഒരുമിച്ച് പെട്ടെന്നൊരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ. ഇപ്പോൾ അഖിൽമാരാർക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സിനിമ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നത്, ഇപ്പോൾ സിനിമ ചെയ്യാൻ പോണു. ശ്രീകുമാർ അവൻ്റെ പേരെന്താണ്, അഭിഷേക് ശ്രീകുമാർ അല്ലേ, സംഗതി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ്, എഴുത്ത്, അതേപോലെ എന്താ പറയുക, വ്ളോഗിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഷോക്കേസ് ചെയ്യാനും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ് അവിടെ കാണിക്കാനും, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും, വിസിബിലിറ്റി കിട്ടാനും, കാശ് ഉണ്ടാക്കാനും, ലൈഫ് മാറിയാനും, ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു വലിയൊരു സ്പേസ് ആയിരുന്നു അത്. ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ആലോചിക്കുമ്പോഴേക്കും മനസ്സിലാവുന്നത് ഞാൻ മൊത്തം കോൺഫിഡൻസും പോയി തകർന്ന് അരിപ്പണയിക്കുന്ന സാധനം എന്താ വെച്ചാൽ, എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഞാനവിടെ പ്രാന്തായി പോയതാണ്. ഇപ്പോഴാണ് എനിക്ക് സപ്പോർട്ടിന് എന്താ പറയുക, ഓരോരുത്തർ വരുന്നുണ്ട് എന്ന് പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. അവരെന്ത് ഉദ്ദേശം വെച്ചിട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ എപ്പോഴും സ്ട്രഗ്ലിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ടൊന്നുമില്ല, അധികം വൈകാണ്ട് മാറും. എനിക്ക് ഈ ഒറ്റ മാസം കൊണ്ട് സമാധാനത്തോടെ ഇരിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ചില സമയത്ത് നമ്മൾ ഈ ലൂപ്പിൽ പെട്ട് കിടക്കണോണ്ട് ഇവിടെ നിന്ന് മാറിയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, മാനസികമായിട്ട് തോന്നുന്ന ഡിസ്റ്റൻസ് ചെയ്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ പ്രശ്നം എന്നൊരു സംഗതിയാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇത് ആ ഒരു അർജൻസിയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് എന്നും ഇതുപോലെ ഇങ്ങനെ പോകാൻ എനിക്ക് ആഗ്രഹമില്ല ഗൈസ്. എനിക്ക് വലിയ മാറ്റം വരുത്തുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എനിക്കുണ്ടാകുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. എന്താ പറയുക, എന്നെ വിമർശിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ ചീത്ത വിളിക്കാനുമുള്ള കുറച്ച് ആളുകൾ എനിക്ക് യൂട്യൂബിലൂടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞാൻ വിചാരിച്ച് ജീവിതത്തിൽ ഞാൻ കാണുന്ന ആളുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണെന്നാണ്. അല്ലാന്ന് എനിക്ക് മനസ്സിലായി. നമ്മളത് മാറിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നമുക്ക് എട്ടിൻ്റെ പണി തരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, നമുക്കിട്ട് പാര വയ്ക്കുന്ന, നമ്മളെ കൂറ്റം പറയുന്ന ആളുകളാണുള്ളത് പലരും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ലൈഫ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നമ്മുടെ പാഷന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം എന്ന് എനിക്കിതിലൂടെ മനസ്സിലായി. നമുക്കിഷ്ടമുള്ള സാധനമല്ലേ, അതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അനീഷൊക്കെ 5 വർഷത്തെ ലീവ് എടുത്തിട്ടാണ് അവൻ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. 5 വർഷത്തെ. അതേപോലെ അതായത് അവന് തോന്നി ഈ എന്നും ഇങ്ങനെ ലൈഫ് ഇങ്ങനെ പോയി ശരിയാവില്ല.
അപ്പോൾ ലീവ് എടുത്തു, എഴുതാൻ വേണ്ടി ഉപയോഗിച്ചു. ബിഗ് ബോസിൽ പോകണം അവൻ്റെ ആഗ്രഹമായിരുന്നു, അതിനോട് ട്രൈ ചെയ്തു. ഇപ്പോൾ ബിഗ് ബോസിലെത്തി. ഞാൻ എൻ്റെ ലൈഫേ മാറും. നോക്കിക്കോ, അവൻ സിനിമയ്ക്കൊക്കെ വരും. സിനിമ പറഞ്ഞാൽ അവൻ തന്നെ ചിലപ്പോൾ തിരക്കഥ സംവിധാനമൊക്കെ ചെയ്തിട്ട് അവൻ്റെ സിനിമ വരാനുള്ള നല്ല സാധ്യത ഉണ്ട്. അവനിപ്പോൾ നോവലെടുത്ത് വരാൻ പോവാണ്. ഇപ്പം എൻ്റെ അതെ, ഞാൻ 11 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഗൈസ്, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള 11 എണ്ണം. അതിൽ ഭൂരിഭാഗം സാധനങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സംഗതിയാണ്. അതായത് മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിയിരിക്കുന്ന സാധനങ്ങൾ ആമസോൺ KDP-യിലും സാധാരണ രീതിയിലുള്ള പബ്ലിഷിങ്ങിൽ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ കൈപ്പടയിൽ ഞാനൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ പുച്ഛിക്കും പരിഹസിക്കുക കൂടുതൽ ആളുകൾ ചെയ്യുന്നു. പക്ഷേ ഇതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണ വമ്പൻ എഴുത്തുകാരുണ്ട്. പക്ഷേ എനിക്ക് അവരൊന്ന് പേര് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയേണ്ടത് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്ത് ചളി പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്യണം ചേരില്ലല്ലോ. അത് ആൾക്കാരെ ഓരോരുത്തരും വായിച്ച് അങ്ങനെ വെക്കേണ്ട സാധനം. പിന്നെ എഴുത്ത് എന്ന് പറയുന്ന സംബന്ധിച്ചോളം എൻ്റെ പല എഴുത്തുകളും ചില എഴുത്തുകളൊക്കെ ഞാൻ അവസാനം ഇറക്കി എൻ്റെ കൈപ്പടയിലുള്ള ബുക്ക് പറഞ്ഞില്ലേ, അത് എന്നെ സംബന്ധിച്ചോളം അത് വായിക്കുന്ന ആൾക്ക് ഒരു ഡയറി വായിക്കുന്ന പോലെ പേഴ്സണലായിട്ടുള്ള ഒരു ഫീൽ, ഒരു വൈബ് ഉണ്ടായി കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് ആ രീതിയിലാണ് ആ സാധനം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളത്. അപ്പോൾ ബിഗ് ബോസ് പോലുള്ള സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ആശയങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും. മറ്റേത് ഞാനൊരു ചെറിയ ലോകത്ത് നിന്ന് പുറത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ആളുകൾ അതിന് ഇതൊന്നുമില്ലല്ലോ, ഇത് നിലവാരമില്ലല്ലോ അങ്ങനെ എടുക്കുള്ളൂ. കാരണം നമുക്കറിയാലോ, ഒരു സാധനം കയ്യിൽ വെച്ചിട്ട് അതിനുണ്ട് ഒരു മുട്ട ഉണ്ട് വിചാരിക്കുക, അതിൽ സ്വർണ്ണം പൂശിയിട്ട് ഇത് സ്വർണ്ണമുട്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കണത്. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത് ചീഞ്ഞ മുട്ടയായിരിക്കും സാധനം, പക്ഷെ നമ്മൾ കാണിക്കുന്നത് സ്വർണ്ണമുട്ട എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ലോകത്ത് ഞാൻ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾ അല്ല, അതെൻ്റെ ഒരു പോരായ്മ ആയിരിക്കട്ടോ. ഞാൻ കുറച്ച് റോ ആയിട്ട് ഞാനായിട്ട് ഒന്നുകൊണ്ട് സംസാരിക്കാൻ ഇടപെടാൻ ഞാൻ ശ്രമിക്കണത്. കുറച്ചുകൂടി ഒന്ന് പോളിഷ്ഡ് ആവണം തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇനി ഒരു പക്ഷേ പോളിഷ്ഡ് ആവും തോന്നുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇപ്പോഴത്തെ ആഗ്രഹങ്ങളിലൊന്ന്, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. എനിക്കൊരു എൻ്റർപ്രണർ ആവണം, നല്ലൊരു എഴുത്തുകാരനായിരിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ എഴുതണം, പരമാവധി പുസ്തകങ്ങൾ എഴുതണം, അതിൻ്റെ കരിയറിൻ്റെ ഭാഗമാക്കണം. അതാണ് ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നത്. ഇത്രയും കാലം കൂത്തിയിരുന്നിട്ട് അല്ലെങ്കിൽ സമയമെടുത്ത് എഴുതുന്നുണ്ട് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ള ഒരു സാധനം കൂടിയാവും അതൊന്നും കിട്ടണ്ടേ. അതേപോലെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉണ്ടെങ്കിൽ അത് എനിക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു സാധനം കൂടി ആയിരിക്കണം. അല്ലാണ്ട് ചുമ്മാ ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഫേമസ് ആയി അതല്ല സാധനം അത്. അതുപോലെ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ സാധിക്കണം. അതായത് ഞാൻ തെറ്റ് ചെയ്യേണ്ടാവും, എനിക്ക് എൻ്റെ പോരായ്മകളുണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ആ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ തെറ്റ് പറ്റിയത് തിരുത്തിക്കൊണ്ട് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിക്കൊണ്ട് അതേപോലെ സമാധാനത്തോടുകൂടി അങ്ങനെ രസമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും പോകണമെന്നാണ് ഗൈസ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് നമ്മളായിട്ട് നിൽക്കാൻ പറ്റൂലേ. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതമായ ആളുകളുടെ അടുത്ത് വേണമെന്നാണ് വിചാരിക്കണം. എനിക്കങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് വേണമെന്നോ കൂടെ വേണമെന്നൊന്നുമില്ല. കുറച്ച് പേര് മതി, ഒരു 10 പേരുണ്ട് വിചാരിക്കുക. ആ ക്ലോസ് ഫ്രണ്ട്സായിട്ട് ഒരു 10 പേര്. ആ 10 പേരായിട്ട് നമ്മൾ ലൈഫ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ അതിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വരെ വർക്ക് ചെയ്യുക. അപ്പോൾ സിനിമ ചെയ്യുക, പുസ്തകങ്ങൾ എഴുതുക, ഇടയ്ക്കിടയ്ക്ക് പുസ്തകങ്ങൾ എഴുതുക, പബ്ലിഷ് ചെയ്യുക. അതായത് പലതരത്തിൽ, ഇപ്പോൾ കവിത, ചെറുകഥ, നോവൽ. ഞാൻ ഇപ്പോൾ നോവലാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. അത് നോഷൻ പ്രസ് വഴി പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കണം. വേറെ എനിക്കൊരു പബ്ലിഷറുണ്ട്, പാപ്പാത്തി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നോക്കട്ടെ എന്താ സംഭവമെന്ന്. അതിപ്പോൾ പെട്ടെന്ന് ആരാണ് പബ്ലിഷ് ചെയ്തത് വരെ എന്താ സംഭവം എന്നൊക്കെ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് സാധനം ചെയ്യുള്ളൂ. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഒരു ബിഗ് ബോസിലേക്ക് പോയിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ പബ്ലിഷർ തന്നെ എൻ്റെ അടുത്തേക്ക് വരും. ഇപ്പോൾ പബ്ലിഷറിൻ്റെ അടുത്ത് പോകണമെങ്കിൽ 15,000 20,000 കൊടുക്കണം. ചില ഭൂരിഭാഗം പബ്ലിഷേഴ്സ് അങ്ങനെയാണ് ഗൈസ്. കയ്യിൽ കാശ് വേണ്ടേ? 100 കോപ്പി അടിക്കാൻ 10,000 ഉറുപ്പിക ഇല്ലാത്തതുകൊണ്ടാണ് പല ബുക്കുകളിൻ്റെ പുറത്തിറങ്ങാത്തത്. മനസ്സിലാവുണ്ട്. അപ്പോൾ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാണ്ട് പ്രാന്തായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ചത്. ഇത് പറഞ്ഞപ്പോഴാണ് അഖിൽമാരാറും അനീഷൊക്കെ വലിയൊരു പ്രചോദനമാണ് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക്. ഒരു സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ച് ഭാവിയിൽ വലുതായിട്ട് വേണം കുറേ ആൾക്കാരെ, പാവപ്പെട്ടവരെ സഹായിക്കാമെന്ന്. പിന്നേക്ക് മനസ്സിലായത് അവരേക്കാൾ ദുരിതാവസ്ഥയിലാണ് പലപ്പോഴും ഞാൻ പോയോണ്ടിരിക്കണത്. ഒരു സൗകര്യമില്ല, സമാധാനമില്ല, പ്രഷർ അടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ അമ്മ. പിന്നെ ഒരു നല്ല വർത്തമാനം ഒരാൾ പറയണമെന്നില്ല ഗൈസ്. അവർ നമ്മുടെ മോശം കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക, അവനെ കൊണ്ട് പറ്റൂല എന്നാണ് പറയുക. അപ്പോൾ ഇത് കേട്ടിട്ട് നമുക്ക് തന്നെ തോന്നുന്നു നമ്മളൊന്നും അല്ലേ എന്ന്. എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനൊരു മോശക്കാരനും ആഭാസിനും അട്ടാസിനായതുകൊണ്ടാവും എനിക്കിങ്ങനെ തോന്നണത്. പിന്നെ ഞാനെല്ലാ കാര്യം ഇമോഷണലായിട്ട് എടുക്കണതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഇന്നെ ഭയങ്കരമായിട്ട് തകർത്ത് കളയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പോലുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ലൈഫ് മാറുന്നുണ്ടായിരിക്കും ഗൈസ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണലുണ്ട് ബിഗ് ബോസ് പോകണതൊക്കെ. അപ്പോൾ അനീഷ് അവിടെ പോയിട്ട് അനീഷ് പറയുന്ന കാര്യങ്ങൾ, അനീഷിൻ്റെ ലൈഫ് വെക്കുമ്പോൾ എനിക്ക് പലതും ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഒരു 10 വർഷം മുമ്പ് ഇറങ്ങിയത്. ഞാൻ നരകിച്ചു. അതിന് ശേഷം എപ്പോഴും ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയും, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടായിട്ട് ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ അവർ പറയും, നമ്മൾ കോൺഫിഡൻ്റ് അല്ലാത്ത രീതിയിലൊക്കെ നമ്മളെ കാണുമ്പോഴൊക്കെ അവർ പറയും, വല്ല കാര്യം ഉണ്ടായിരുന്നോ അവിടെ നിന്നാൽ പോരെയെന്ന്. എന്താ ഇപ്പോൾ അവരോടൊക്കെ ഒരു കാര്യം പറയുക. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ എങ്ങനെ ജീവിക്കുക സംഭവം മനസ്സിലുണ്ടോ. അപ്പോൾ ലൈഫ് വലിയ രീതിയിൽ മാറണമെങ്കിൽ
ഇതൊക്കെ ചെയ്യേണ്ടി വരും. ബിഗ് ബോസ് പോയ ഉടൻപണം പോലുള്ള സംഭവം ഇതൊക്കെ. ഞാൻ അനീഷ് ബിഗ് ബോസ് എത്തിയതിന് ശേഷമാണ് അനീഷിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അനീഷ് എഴുത്തുകാരനാണ്, നമ്മൾ എഴുതുന്നുണ്ട്. അനീഷിന് അതേപോലെ വേറെ കുറേ കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യമുണ്ട്. ഉടമ്പണത്തിലൊക്കെ അവനൊക്കെ പോയ ഒരു സംഭവമില്ല, അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ചൈൽഡിഷായ ഒരു സംഭവമുണ്ട്. അവൻ്റെ ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എവിടെയൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ അനീഷ് അവിടുത്തെ മെയിൻ പുള്ളിയാണ്, അതുകൊണ്ട് അനീഷിൻ്റെ കൂട്ടും പൊടിച്ചിട്ട് വിസിബിലിറ്റി കിട്ടുകയെന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചോളിട്ടൊക്കെ ഒന്നും പറയാനില്ല. ഞാനത് തുടക്കത്തിലെ അനീഷ് കോമണറായിട്ടോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് പെട്ടതിൻ്റെ വയറ്റിൽ തോന്നിയ സാരതായിരുന്നു. ഞാൻ ഈ വർഷം കൊടുക്കണ്ടായിരുന്നു കേസ്. ആ സമയത്ത് ചവാറായിട്ട് കിടക്കായിരുന്നു. എന്തായാലും അടുത്ത വർഷം ബിഗ് ബോസിൽ ഞാൻ ഇപ്പം ചിന്തിക്കുന്ന പോലെയാണ് അപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ട്രൈ ചെയ്തിരിക്കും. പകിൽമാരാറിൻ്റെയൊക്കെ ലൈഫ് മാറിയത് ബിഗ് ബോസ് പോയപ്പോഴാണ്. അപ്പോൾ നമ്മൾ പകിൽമാരാറല്ലെങ്കിലും അനീഷ് അല്ലെങ്കിലും ഞാൻ രമേശാണല്ലോ, എനിക്ക് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച അവിടെ പോയിട്ട് 4 കച്ചറി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോരാലോ ഗൈസ്, അത് മതി. അതെങ്കിൽ അത് അത്ര വിചാരിക്കണല്ലോ ഗൈസ്. എന്തായാലും അടുത്ത വട്ടം നമ്മളാരും സെലിബ്രിറ്റി ആയിട്ടൊന്നും വിളിക്കാൻ പോകണില്ല ഗൈസ്, ഞാനങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കോമണറായിട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും ഇതൊക്കെയാണ് കേസ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അടുത്ത് എല്ലാവരും ആയിട്ട് പറയണം, നിങ്ങൾക്ക് ബിഗ് ബോസിലൊക്കെ പോകാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. മൈജി വഴിയൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. അവിടെ പോയാൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് മൊത്തം നെഗറ്റീവായിട്ട് മാറുന്നുണ്ടാവും, ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഞാൻ ആലോചിക്കുന്നത്, അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നല്ല രസം, നല്ല കുറച്ച് ആൾക്കാരെ അവിടെ കാണാൻ പറ്റും, പലതരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ. അതുപോലെ നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ല വഴികളിലൊന്ന്, പ്ലാറ്റ്ഫോമുകളിലൊന്ന് ബിഗ് ബോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേസ്. ബിഗ് ബോസിലൊക്കെ അവിടെ പോയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിരലനക്കം പോലും വലിയ രീതിയിൽ നമുക്ക് വിസിബിലിറ്റി തരുന്ന ഒന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ്, അപ്പോൾ അങ്ങനൊരു സ്പേസിൽ പോയിട്ട് ഒരു കാര്യം സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിരിക്കും. എന്തായാലും അനീഷിൻ്റെ ലൈഫ് ഇതോടുകൂടി മാറിയും. അപ്പോൾ എൻ്റെ ലൈഫും ദൈവമേ മാറി പറയണമെന്നാണ് കേസ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്തിനെങ്ങനെ നീട്ടി പറയണത്, എനിക്ക് ബിഗ് ബോസ് പോകാൻ താല്പര്യമുണ്ട് ഗൈസേ. അടുത്തോട്ടം